യാമിനി, നീ ഒന്ന് പോയേ ഋതുമോളെ വിളിച്ചോണ്ട് വാ. അവളുടെ വിവാഹത്തിന് നാളെ കുറിക്കാനാ ജോത്സ്യര് വന്നിരിക്കുന്നേ. പ്രതാപേട്ടാ, നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ഇനി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഋതുമോളെ വിളിച്ചോണ്ട് വാ. ഇവിടെ അംബിക മേഡം, വരനെവിടെ? അയ്യോ, അവൻ എന്തോ കാര്യത്തിന് പുറത്തോട്ട് പോയിരിക്കുവാ. അവനെ നോക്കണ്ട. ജോത്സ്യരെന്തായാലും ഞാൻ പറഞ്ഞതനുസരിച്ച് നാളെ കുറിച്ചിട്ടല്ലേ വന്നത്. ആ അതെ അംബിക മേഡം, ഇനി അതൊന്ന് വർമ്മ സാറിന്റെ മുന്നിൽ വായിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. എനിക്ക് വായിച്ചോളൂ. വർമ്മ സാറേ, അംബിക മേഡം എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തമാണ് ഞാൻ കുറിച്ചിരിക്കുന്നത്. മറ്റന്നാൾ തന്നെ വിവാഹം നടത്താം. അതാ ഞാൻ നോക്കിയിട്ട് ഈ അടുത്ത ദിവസങ്ങളിലുള്ള ഏറ്റവും നല്ല മുഹൂർത്തം. ആ ഇതാ സാർ. പ്രതാപ, നീ ഇനി അത് കൂടുതൽ വായിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വിവാഹം നടത്തിയാ പോരെ? അല്ല, നീ എന്തിനാ അവനെ നോക്കുന്നേ? ഞാൻ നിന്നോടല്ലേ ചോദിച്ചേ? എങ്കിൽ നമുക്ക് നടത്തിയേക്കാം ചേച്ചി. പ്രതാപ, ഇത് എന്റെ കയ്യിലിരിക്കട്ടെ. ജോത്സ്യരെ, ഇതിരിക്കട്ടെ. വളരെ നന്ദിയുണ്ട് അംബിക മേഡം. വർമ്മ സാറേ, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ശരി. ജോത്സ്യരെ, വിവാഹത്തിന്റെ കാർമ്മികത്വം ജോത്സ്യര് തന്നെ വഹിക്കണം. അതിനെന്താ, അംബിക മേഡം പറഞ്ഞാ പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അങ്ങനെ തന്നെ ചെയ്യാം. എങ്കിൽ ശരി. ഓ